ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ? ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരും എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകളെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞത് ചർച്ചകൾ നന്നായി പോകുന്നു, ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഏതാണ്ട് നിർത്തിയിരിക്കുകയാണ് എന്നാണ്. പക്ഷേ ഇത് നുണയാണ്. പ്രധാനമന്ത്രി മോദി എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ സംസാരിക്കുന്നു, ഞാൻ അവിടെ വരാനായി ആഗ്രഹിക്കുന്നു, ഞങ്ങളിത് പരിഗണിക്കും, ഞാൻ പോകും. പ്രധാനമന്ത്രി മോദി ഒരു മികച്ച വ്യക്തിയാണ്, ഞാൻ തീർച്ചയായും പോകും. അതായത് മോദിക്ക് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ആഗ്രഹമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ആ പഴയ സ്വഭാവം ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയം മുതൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പിരി ഇളകി തുടങ്ങിയതാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അത് നിർത്തിയത് താനാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിനെ കാണാതെ ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. കനത്ത തീരുവ ചുമത്താനുള്ള വാഷിംഗ്ടണിൻ്റെ തീരുമാനം കാരണം ഈ വർഷം അവസാനം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കാൻ ഡൊണാൾഡ് ട്രംപ് മടിച്ചിരുന്നതായി ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും കുറച്ചു മാസങ്ങൾക്ക് ശേഷം അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെ, അത് സംഭവിക്കാം, ഞാൻ ഇന്ത്യ സന്ദർശിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പോരാത്തതിന് ഞാൻ അവസാനിപ്പിച്ച 8 യുദ്ധങ്ങളിൽ 5 മുതൽ 6 തീരുവകൾ മൂലമാണ് അവസാനിച്ചതെന്നും ഇന്ത്യയും പാകിസ്ഥാനെയും നോക്കിയാൽ അവരാണ് പോരാട്ടം ആരംഭിച്ചത്. അവർ 2 ആണവായുധ രാഷ്ട്രങ്ങളായിരുന്നു. 8 വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. ഞാൻ പറഞ്ഞു, കേൾക്കൂ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ തീരുവ ചുമത്തും. അവർ അതിൽ സന്തുഷ്ടരല്ല. 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നുണ പുറത്തിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.